തന്നെ ഞാൻ വിഷ്വലിന് നിങ്ങൾ വിഷ്വലാണോ എന്നറിയാനുള്ള ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്, ഞാൻ ഓരോ ചോദ്യങ്ങൾ പറയുമ്പോൾ നിങ്ങളത് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ, 1, 2, 3 സെക്കൻഡ്സിനുള്ളിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അതനുസരിച്ച് കുറഞ്ഞത്, ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഭയങ്കര തെളിഞ്ഞ പിക്ചർ അല്ല എങ്കിലൊക്കെ നിങ്ങൾക്ക് ഒരു 3, 4 മാർക്ക് കൊടുക്കാം. അതല്ല, നിങ്ങൾക്ക് വളരെ കളർഫുൾ പിക്ചർ ആണെങ്കിൽ അതനുസരിച്ച് 8, 9, 10 എന്നിങ്ങനെ റേറ്റിംഗ് ചെയ്യാവുന്നതാണ്. ചോദ്യം 1, നിങ്ങളുടെ വീടിന്റെ മുൻവശം ഓർക്കുക. 2, സീബ്രയെ കാണാൻ സാധിക്കുന്നുണ്ടോ? സീബ്രയുടെ വരകൾ ഓർക്കുക. ആ വരകൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തിന്റെ മുഖം ഓർക്കുക. ഒറ്റയടിക്ക് ആ മുഖം തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ 8, 9, 10 എന്നിങ്ങനെ കൊടുക്കാം. ചെറുതൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു 6, 7 അത് നിങ്ങൾക്ക് ഉചിതമായി തോന്നുന്നത് കൊടുക്കുക. താടിയുള്ള നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ഓർക്കുക. നിങ്ങളുടെ റോൾ മോഡലിന്റെ മുഖം ഓർക്കുക. നിങ്ങളുടെ അച്ഛന്റെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ നിറം കാണുന്നതായി ഓർക്കുക. നിങ്ങളുടെ സിറ്റിയിൽ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ? നന്നായി ഡ്രസ് ചെയ്ത് കല്യാണത്തിന് എത്തിയിരിക്കുന്ന രംഗം ഓർക്കുക. നിങ്ങളുടെ ഇടത് കൈയിൽ 4 കിലോഗ്രാമിന്റെ തണ്ണിമത്തൻ പിടിച്ചിരിക്കുന്നതായി കാണുക. ഇത്രയുമാണ് നമ്മുടെ വിഷ്വലിൽ വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ 1 എഴുതി മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇനി അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ പോവാണ്. സോ പുതിയൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ഓഡിറ്ററി എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്ക് ഇതുപോലെ തന്നെ 1 എത്ര മാർക്ക് കൊടുക്കുക, 2 എത്ര മാർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ അതിനുള്ള സ്കോർ കൊടുക്കണം. ഓക്കെ. 1, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രസംഗം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ഭാവനയിലാണ് കാണുന്നത്. ഇത് മുന്നേ കേട്ട എന്തെങ്കിലും ഒരു പ്രസംഗം, അയാളുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ അടുത്തുകൂടെ പോകുന്ന കാറിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ ഫാനിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ശക്തമായ കാറ്റും മഴയും അതിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? പൂച്ച കരയുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? മരങ്ങൾ കാറ്റിൽ ആടി ഉലയുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉറക്കെ സംസാരിക്കുന്ന സുഹൃത്തിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? പശുവിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? വിമാനം ആകാശത്തിലൂടെ പറക്കുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ 10 ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓരോന്ന് പോസ് ചെയ്ത് വെക്കുക, കേൾക്കുക, അതിന് വേണ്ട മാർക്ക് കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ വരുന്നത് കൈനസ്തെറ്റിക് ആണ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ വേറൊരു പേജ് എടുക്കുക, അതിൽ ഓരോന്ന് നമ്പർ ഇട്ടിട്ട് അതിൻ്റെ മാർക്ക് കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം, ഒരു തണുത്ത രാത്രിയുടെ അനുഭവം, ആ അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ, അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ചൂട് ചായ അല്ലെങ്കിൽ കാപ്പി ഊതി ഊതി കുടിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? തീച്ചൂട് മുമ്പ് അനുഭവിച്ചത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യണ പോലെ തീ കൂട്ടി വെച്ചിട്ട് അത് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? മിനുസമുള്ള പ്രതലത്തിൽ തടവുന്ന അവസ്ഥ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്രതീക്ഷിതമായി കാലിൽ ഒരാൾ ചവിട്ടുമ്പോഴുള്ള വേദന നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ? നല്ല മഴയത്ത് നനഞ്ഞ് ഒട്ടി നിങ്ങൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന രംഗം, ആ വസ്ത്രം നിങ്ങളുടെ ദേഹത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്, ആ തണുപ്പ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? തണുത്ത പ്രഭാതത്തിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആവി പറക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? കറണ്ടില്ലാതെ വിയർത്ത് നിൽക്കുന്ന നിങ്ങളെ ഓർത്തെടുക്കാൻ, അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? തിളച്ച എണ്ണ നിങ്ങളുടെ ദേഹത്ത് വന്ന് തെറിച്ചത്, അത്
ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? മുള്ള് തൊണ്ടയിൽ കുടുങ്ങിയ അവസ്ഥ, ആ ഒരു ഫീല് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? സോ ഓക്കെ, നിങ്ങളിപ്പോൾ വിഷ്വല്, ഓഡിറ്ററി, കൈനസ്തെറ്റിക് ഇങ്ങനെ 3 വിഭാഗത്തിലെ ചോദ്യങ്ങൾ കേട്ടു. അതനുസരിച്ച് നിങ്ങൾ ഓരോ ചോദ്യത്തിനും നിങ്ങൾ സ്കോർ ചെയ്തു 10ൽ എത്രയാന്നുള്ളത്. ഇനി ഈ സ്കോർ നിങ്ങൾ കൂട്ടി നോക്കുക. അപ്പോൾ മൊത്തം 100-ലായിരിക്കുമല്ലോ വരുന്നത്. ഓരോന്നിനും 100-ൽ ഇത്ര മാർക്ക് വെച്ച് അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏത് മാർക്കാണോ നിങ്ങൾ ആ വിഭാഗത്തിൽ പെടുന്ന ആളാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു 89 മാർക്ക് വിഷ്വലിനുണ്ട്, ഒരു 70 മാർക്ക് ഓഡിറ്ററി ആണെങ്കിൽ നിങ്ങൾ വിഷ്വലാണ്. ചില ആളുകൾക്ക് രണ്ടും ഒരേപോലെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും 2 എണ്ണം ഒരുപോലെ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം ഒരുപോലെ കിട്ടും. അപ്പോൾ അതനുസരിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന 1ഓ 2ഓ, 2 ആണെങ്കിൽ കോംബോയാണ്, 1 ആണെങ്കിൽ അതാണ് നിങ്ങളുടെ ടൈപ്പിൽ വരുന്നത്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ LOയിൽ ഒരുപാട് ടെക്നിക്സുകളുണ്ട്. അതിൽ എല്ലാം നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾക്ക് മാസ്റ്റർ ആയിരിക്കുമല്ലോ, അതുപോലെ 1ഓ 2ഓ സ്കില്ലുകൾ അത് ഇതിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ആ ഒരു പവർ നമുക്ക് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവ് നമുക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ അതിലൂടെ നമുക്ക് എന്താ പറയുക, മാക്സിമം ആ സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ വിഷ്വലാണ് നിങ്ങളെങ്കിൽ എന്താ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാം കണ്ട് മനസ്സിലാക്കാനായിരിക്കും താല്പര്യം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വിഷ്വലാണ് കൂടുതൽ മാർക്കെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എല്ലാം കാണണം. മറ്റൊരാൾ പറയുന്നതാണെങ്കിൽ പോലും നിങ്ങൾ ഒരു പക്ഷേ എഴുതിയെടുക്കാൻ ശ്രമിക്കും. ബോർഡിലാണെങ്കിൽ എഴുത്ത് നിങ്ങൾക്കത് കാണേണ്ടി വരും. ഒരാൾ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുന്നതോ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടാൽ അതിലും വിത്ത് പിക്ചർ എക്സ്പ്ലെയിൻഡ് ആണെങ്കിൽ നിങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെടും, നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ആ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വിഷ്വല് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ടെക്നിക്കുകളാണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത്, ചൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഓഡിറ്ററി വിഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടാൽ മതിയാകും. ഇപ്പം നമ്മൾ ഒരു ക്ലാസ് റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും, ചില പിള്ളേർ ഇങ്ങനെ ചരിഞ്ഞിരുന്നുകൊണ്ടായിരിക്കും കേൾക്കണത്. ഇങ്ങനെ ഇരിക്കും. അതായത് എത്ര നേരെ ഇരിക്കാൻ നോക്കിയാലും അവർക്കത് പറ്റൂല. അവർ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തിരിയും അങ്ങനെയൊക്കെ. ചിലപ്പോൾ ആകാശമൊക്കെ നോക്കി ഇരിക്കണതാണ്. ആക്ച്വലി അവർ കേട്ടാണ് അത് പഠിക്കുന്നത്, അവർക്ക് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് അത്രയും കപ്പാസിറ്റി കൂടുതലായിരിക്കും, അപ്പോൾ അവർ കേൾക്കും. അപ്പോൾ നിങ്ങൾ ആ വിഭാഗത്തിലാണെങ്കിൽ കേൾക്കുന്ന കൂടുതൽ എഫക്റ്റ് ആ രീതിയിലുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് നിങ്ങൾ കൈനസ്തെറ്റിക് വിഭാഗത്തിൽ പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യണം. ഓക്കെ, ഫീൽ ചെയ്യണം. ഇനി കോമൺ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിഷ്വൽ ആണെങ്കിൽ കടലിൻ്റെ ഒരു ഫോട്ടോ കണ്ടാൽ മതി, അല്ലെങ്കിൽ കടലിൻ്റെ ഒരു വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾ ഹാപ്പിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഓഡിറ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് കടലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അത് കടലാണെന്ന് മനസ്സിലാകും. ആ നേരത്ത് അതുമായി ബന്ധപ്പെട്ടതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ഇനി വിഷ്വൽ ഓഡിറ്ററി ഒരു കോമ്പിനേഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കണ്ടും മനസ്സിലാക്കാൻ പറ്റും, കേട്ടും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു കൈനസ്തെറ്റിക്കിൽ വരുന്ന ആളാണെങ്കിൽ ഇത് രണ്ടിനേക്കാൾ ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നത് നേരെ ഒരു ബീച്ചിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പറയണ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതായത് നമുക്കിപ്പോൾ വിഷ്വൽ ആവാം, കൈനസ്തെറ്റിക് ആവാം, ഓഡിയോ ആകാം, ഏറ്റക്കുറച്ചിലുകൾ വരാം. കോമൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു കാര്യം പഠിക്കാനാണെങ്കിലും ഇത് തന്നെയാണ്. കണ്ടു പഠിക്കണം, ചിലവർക്ക് കേട്ടു പഠിക്കണം, ചിലവർക്ക് അതൊന്ന് തൊട്ട് മനസ്സിലാക്കി ഒന്ന് പിടിച്ചൊക്കെ നോക്കിയാൽ അവരതിൽ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞ പോലെയാണ് ടെക്നിക്കുകളും. സോ ഇന്ന് തന്നെ നിങ്ങളിത് കണ്ടുപിടിക്കുക, ഏത് ടൈപ്പിലാണ് വരണതെന്ന്. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ അടുത്ത ബാക്കിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. എല്ലാവർക്കും ഉപയോഗിക്കാം. നിങ്ങളിത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ LOA വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് നടക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളത് മനസ്സിലാക്കി ഉൾക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് അത്രയും ബ്യൂട്ടിഫുൾ ആകും, സക്സസ്ഫുൾ ആകും, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. അപ്പോൾ എന്തുകൊണ്ടത് ഉപയോഗിച്ചുകൂടാ? സോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയാണ്. തുടർന്നും വീഡിയോ കാണുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ചാനൽ കൊണ്ട് ഉപകാരം ഉണ്ടാകും.
സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇത് കണ്ടുപിടിച്ചിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്ന ആളാണെന്നുള്ളത്. തുടർന്ന് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാം നല്ലതാവട്ടെ.